എന്തുണ്ടാക്കുമെന്ന ആലോചനയിലാണ് വീട്ടിൽ 4 പഴം ഓർമ്മ വന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ എന്തായാലും പഴംപൊരി വരുള്ളൂ. അപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് മൈദയില്ല. അപ്പം തന്നെ അപ്പുറത്തെ കടയിൽ പോയി മൈദ വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം, എന്നാലും ഞാൻ ഒന്ന് വിശദീകരിക്കാം. ആദ്യം മൈദയും പിന്നെ മഞ്ഞളും പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ ഭയങ്കര സ്പൂണൊക്കെ വെച്ച് ചെയ്തെങ്കിലും പിന്നെ നമുക്ക് നമ്മുടെ കൈ തന്നെ മതിയായിരുന്നു. കൈയിട്ട് നമ്മളിങ്ങനെ എല്ലാം കൂടി കുഴച്ച് പിന്നെ നമ്മൾ അതിലേക്ക് പഴം അരിഞ്ഞിട്ട്, പഴം ഇങ്ങനെ അരിയണത് എന്താണെന്ന് വെച്ചാൽ 1-2 പഴം മതി, നമുക്ക് പിന്നെ കുറേ കഴിക്കാൻ കിട്ടും, പെട്ടെന്ന് വയറും നിറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് പൊരിക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിനകത്ത് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമുക്കതിനകത്തേക്ക് ഇത് ഇട്ട് നമുക്കിനി പൊരിക്കാം. ഞാൻ 2-3 പൊരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സ്ലോ മോഷൻ കണ്ടപ്പോൾ ഉമ്മച്ചി കാണിച്ചെന്ന് പൊരിച്ചു ബാക്കിയുള്ള കുറച്ചെണ്ണം. അങ്ങനെ നമ്മൾ പൊരിച്ചെല്ലാം റെഡിയാക്കി, നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി. നമുക്ക് പോയി കഴിക്കാം. അപ്പോൾ ടാറ്റാ.